ഞാൻ നമ്മുടെ ഫ്ലാറ്റിൻ്റെ പുറകിലുള്ള ചെറിയൊരു പാർക്കിൽ ഇരിക്കലാണ്. അപ്പോൾ ഞാനിങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോഴാണ് ഒരു യുവതി, ഒരു സഞ്ചാരി മലയാളി, അവർക്ക് ജോർദാനിലെ പെട്രയിൽ പോയിട്ട് ഒരു ബാഡ് അനുഭവം ഉണ്ടായ ഒരു വീഡിയോ ഉണ്ടത്. പല ആൾക്കാരും അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്, പല ആൾക്കാരും അതിനെപ്പറ്റി ട്രോളുന്നുണ്ട്, പലരും ഈ സ്ത്രീയെ എതിർക്കുന്നുണ്ട്, പലരും ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണല്ലോ സാധാരണ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനും എതിർക്കാനും ആൾക്കാരുണ്ട്. ഞാനിത് രണ്ടുമല്ല ചെയ്യുന്നത്. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ജോർദാനിലെ അനുഭവമായിരുന്നു. കാരണം ഞാനും എൻ്റെ കുടുംബവും ഏകദേശം 3 വർഷം മുന്നേ നമ്മുടെ ഫോർച്യൂണറിൻ്റെ വേൾഡ് ട്രിപ്പിനിടയിൽ ഞങ്ങൾ സൗദിയിൽ നിന്ന് ജോർദാനിലേക്ക് പോയിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് 4 ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് നമുക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് ബൈ റോഡിലാണ് ഞങ്ങൾ എന്താ പറയുക ജോർദാനിലേക്ക് എൻട്രി ചെയ്ത്, നമ്മുടെ ഫോർച്യൂണറിൽ. അപ്പോൾ നമ്മൾ ബോർഡർ ക്രോസിംഗ് സമയത്ത് ഞാൻ ആ വീഡിയോയിൽ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. നമുക്ക് അവിടെ ഒരു കാർഡ് അവർ തന്നിരുന്നു, ജോർദാൻ നമ്മൾക്ക് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ ജോർദാൻ ബോർഡർ കടന്നു. അവിടുന്ന് ഞങ്ങൾ നേരെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ പോയി. അവിടെ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാനുള്ള പച്ചക്കറി വാങ്ങുന്ന ഒരു സീനൊക്കെ ഞങ്ങൾക്ക് കാണാം. വളരെ ഫണ്ണി ആയിട്ടുള്ളൊരു സമയമായിരുന്നു. കാരണം ഒറ്റ ഉള്ളി എടുത്തോളൂ, 1 മാസം എടുക്കാം. ഇതേ ഉള്ളൂ, 1 മാസത്തേക്ക് എടുക്കാം. ഓക്കെ, നമ്മളങ്ങനെ പച്ചക്കറി മേടിച്ചുകൊണ്ട് നമ്മൾ പോവുകയാണ്. പച്ചക്കറി ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് നമ്മൾ പുതിയ കറൻസിയാണ്. അതുപോലെ നമ്മൾ വണ്ടി കാണുമ്പോൾ ആൾക്കാരുടെ റിയാക്ഷൻസ്. നമ്മുടെ കയ്യിലുള്ള കറൻസി നമ്മൾ കൺവേർട്ട് ചെയ്യണം. കാരണം അവിടെ ഇവിടുത്തെ കറൻസി എടുക്കില്ലല്ലോ. അപ്പോൾ എന്തേ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് 1200 സൗദി റിയാലാണ്. 1200 സൗദി റിയാലിന് 200 ജോർദാൻ ദിനാർ കിട്ടും. എന്ന് വെച്ചാൽ 5.5. ഒരു ജോർദാൻ ദിനാർ എന്ന് പറഞ്ഞത് 5.5 സൗദി റിയാല്. നാട്ടിലത്തെ 100 രൂപയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പം നല്ല കറൻസി വാല്യൂ ഉള്ള ഒരു രാജ്യം കൂടിയാണ് ജോർദാൻ എന്ന് പറയുന്നത്. നമുക്കും പുതിയൊരു രാജ്യത്തേക്ക് കടക്കുമ്പോഴുള്ള റിയാക്ഷൻസ്, അപ്പം എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു കടയിൽ കയറി ഞങ്ങൾ കുറേ പച്ചക്കറിയൊക്കെ വാങ്ങി. പിന്നീട് ഞങ്ങളൊരു മൊബൈൽ ഷോപ്പിൽ കയറി ഞങ്ങളൊരു സിം കാർഡൊക്കെ വാങ്ങി. എന്നിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചത് വാദി റമ്മിലേക്കാണ്. ജോർഡാനിലെ വാദി റം എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഡെസേർട്ടിനുള്ളിൽ നിങ്ങൾ കണ്ടോ, എനിക്ക് ചുറ്റും കണ്ടോ നിങ്ങൾ? ഓക്കെ, മാർസ് പോലില്ലേ ശരിക്കും. നമ്മൾ പിന്നെ എന്താ പറയുക വീഡിയോയിലും കാണുന്നില്ലേ മാർസിൽ കാലത്തുനിന്നൊക്കെ പറ്റി. അപ്പോൾ അതേ ഒരു സെറ്റപ്പായിട്ട് ഇത് മാസി മോനെ ഇവിടെ കളിക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക നമ്മളിവിടെ ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ ശരിക്കും ബൈ മിസ്റ്റേക്ക് ഞങ്ങൾ വണ്ടികളിൽ പോകുന്ന വഴിയിലാണ് ഞങ്ങൾ ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, പിന്നെ ബാൽക്കി ഇവിടെ ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്. വാദി റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമിയിലെ മാർസ് എന്നൊക്കെ പറയാം. ഒരുപാട് മൂവീസിൻ്റെ ഒക്കെ ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്. ഈവൻ നമ്മുടെ ആടുജീവിതത്തിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലമാണ് വാദി റം എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് ഞങ്ങൾ പോയത്. ഇത് വളരെ വ്യക്തമായിട്ട് കാണിച്ചതിൻ്റെയാണ് ഈ ഒരു വീഡിയോയിൽ. നമ്മളവിടെ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ നമുക്ക് അനുഭവങ്ങളൊക്കെ ആയിട്ട്. വാദി റമ്മിൽ ഞങ്ങൾ ശരിക്കും അന്ന് രാത്രി ഞങ്ങൾ ക്യാമ്പ് ചെയ്തു. കഞ്ഞിയും അച്ചാറും അതാണ് നമ്മുടെ ഇന്നത്തെ ദേശീയ ഭക്ഷണം കേട്ടോ. ഞങ്ങളന്ന് രാത്രി അവിടെ ക്യാമ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. കഞ്ഞി ഉണ്ടാക്കി, ഞങ്ങൾ നാടൻ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഉപയോഗിച്ചു. മുട്ടയൊക്കെ പൊരിച്ചു, ഞങ്ങൾ ഫുഡ് കഴിച്ചു. അതിൻ്റെ വണ്ടി ഞങ്ങൾ ആ ഒരു വാദി റം ഡെസേർട്ടിൻ്റെ നടുവിൽ നിർത്തിയിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത്. ഉറങ്ങുമ്പോൾ നല്ല മക്കളാണ്, പക്ഷെങ്കിലോ ഓർക്ക് എണീച്ച് നല്ല ഫുള്ള് കുരുത്തക്കേടും. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയായിരുന്നു ആ രാത്രി അവിടെ ചെലവഴിച്ച കാലം. കാരണം പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു വളരെ മനോഹരമായ ഒരു കാഴ്ച. നമുക്ക് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഡ്രോൺ ഷൂട്ടിൽ പലതും അത് എടുത്തിരുന്നു, പക്ഷെ എന്നിട്ട് കൂടി നമുക്ക് ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലാണ്. നിങ്ങൾ ഡ്രോൺ ഷൂട്ട് കണ്ടതാണ്, പക്ഷേ ഡ്രോൺ മുകളിലേക്കൂടെ പറക്കുമ്പോൾ നമ്മൾ താഴേന്ന് കാണുന്ന വ്യൂ കിട്ടില്ല കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കേട്ടോ. ഇപ്പോൾ നോക്കി ഇപ്പോഴും വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സവാരി വണ്ടികളാണ്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, അതിനെ പറ്റി കാണിച്ചിരുന്നു. അപ്പോൾ ഈ സവാരി വണ്ടികളുടെ പുറകിലിരുന്നിട്ട് ആൾക്കാരിങ്ങനെ സൺറൈസ് കാണാൻ വേണ്ടി പോകുന്നൊരു സീൻ കേട്ടോ. പക്ഷേ ഇത് വളരെ മനോഹരമായൊരു സംഭവമാണ്. കാരണം ഈ ഒരു സമയം വരെ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ലോക്കൽസിൻ്റെ ഇടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഞങ്ങളെ കാണുന്നുണ്ടായിരുന്നു, അവർ വന്നു, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വാഹനങ്ങൾ പോകുന്ന വഴിയാണ്, വണ്ടി കുറച്ച് മാറ്റിയിടെന്ന് പറഞ്ഞു. ഞങ്ങൾ ലൈറ്റൊക്കെ ഫുൾ ഓണാക്കിയിട്ടാണ് ഞങ്ങൾ വാഹനങ്ങൾ നിർത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മോശം അനുഭവങ്ങളൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് ഈ ഒരു സമയം വരെ ഞങ്ങൾക്ക് ജോർദാൻ ഉണ്ടായിട്ടില്ല. അവിടെ നിന്നാണ് ഞങ്ങൾ പെട്രയിലേക്ക് പോണത്. പെട്രയാണല്ലോ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. പെട്രയിലേക്ക് ഞങ്ങൾ വണ്ടിയെടുത്ത് പോയി. പോകുന്ന വഴിയിലുള്ള മനോഹരമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തന്നിരുന്നു. വളരെ അടിപൊളി ഗ്രാമങ്ങളിലൂടെ, ഉൾഗ്രാമങ്ങളിലൂടെ യാത്രയായിരുന്നു. ഇപ്പം നമ്മൾ ഒരു ടൂറിസ്റ്റ് ബസ്സിൽ പോകുന്നതിനേക്കാളും നമ്മൾ സ്വന്തം വാഹനത്തിൽ പോകുന്നതിനും അത് വേറെ തന്നെ രസമാണ്.
അത് നമ്മുടെ സ്വന്തം നാട്ടിലത്തെ വണ്ടി എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ രസമാണ്. പെട്രോയിൽ എത്തിയ വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു, ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് നാട്ടിലത്തെ 10,000 രൂപയാണ് ഞങ്ങൾക്ക് ടിക്കറ്റ് റേറ്റ് അത്. ആദ്യമായിട്ട് നമ്മൾ പെട്രോയിലേക്ക് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് 2 വഴിക്ക് നമുക്ക് അകത്തോട് പോകാം. ഒരു വഴി എന്നുള്ള നമ്മൾ മാന്യമായിട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് നേരായ മാർഗത്തിലൂടെ നമുക്ക് അകത്തെടുക്കാം. ഇതാണ് ഒരു വഴി. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റിൻ്റെ 4 വില കൊടുത്തിട്ട് ഇല്ലീഗലായിട്ട് ആൾക്കാർ അവരുടെ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും നമ്മളെ കയറ്റിയിട്ട് മെയിൻ ഡോറിലല്ലാതെ പിന്നാമ്പഴിയിലേക്ക് കൊണ്ടുപോകും. ഈ 2 കാര്യങ്ങളും ഞാൻ അന്നത്തെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നടന്ന് ഞങ്ങളങ്ങനെ പെട്രയുടെ അടുത്തെത്തി കേട്ടോ. ഇനിയാണ് നമ്മൾ പെട്ര കാണാൻ പോകുന്നത്. ഈ നേരെ ഞങ്ങൾ കാണാൻ ചെറിയൊരു പീസ് കാണാം. ഇതിൻ്റെ പേര് അൽ ഖസാന എന്നാണ്. എന്നിട്ട് ട്രഷർ, നമ്മുടെ ഖജനാവ് എന്ന് പറഞ്ഞില്ല, ആ ഖജനാവ്, ഈ ഒരു പെട്രയുടെ ഖജനാവായിരുന്നത്. അത് ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം 40 മീറ്ററോളം ഹൈറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ 25.30 മീറ്ററോളം ഇതിൻ്റെ വീതി വരുന്നുണ്ട്. മുന്നോട്ട് പോകുന്ന വഴിയിലെ ടിക്കറ്റും അതുപോലെ പിന്നാമ്പടി പോകുന്ന ടിക്കറ്റ് വെക്കുന്ന ആൾക്കാർ ഞാനത് വീഡിയോ കാണിച്ചു തന്നിരുന്നു. അന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, നിങ്ങൾ ഒരിക്കലും പിന്നിലേക്കൂടിയുള്ള വഴിയിലേക്കൂടി പോകരുത്, മുന്നിലേക്കുള്ള വഴിയിലേക്കൂടി മാത്രമേ പോകാൻ പാടുള്ളൂ എന്നുള്ളത്. അങ്ങനെ നമ്മൾ പെട്രോൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നടക്കാനുണ്ട്. അതിനകത്ത് നമുക്ക് കിട്ടുന്നത് കുതിരയും അതുപോലെ ഒട്ടകങ്ങളും പിന്നെ കഴുതകളുമാണ്. ഇത് മൂന്ന് കാറ്റഗറിയാണ്. ഈ ക്യാമൽസ് എന്ന് വെച്ചാൽ ഒട്ടകങ്ങളാണ് ഏറ്റവും വില കൂടിയ കാറ്റഗറി. ഞങ്ങൾ എടുത്തത് ക്യാമൽസ് ആയിരുന്നു. ഞാനും ബൽക്കിയും മക്കളും എല്ലാവരും ഞങ്ങൾ 2 ക്യാമൽസിലായിട്ട് ഞങ്ങൾ പോയത്. അപ്പോൾ അതിൽ കാണാം എൻ്റെ കൂടെ റിയാന ഇരുന്നത്, മാസിയുടെ കൂടെയാണ് ബൽക്കി ഇരുന്നത്. ഇപ്പോൾ മാസി നിലവിളിച്ച് കരയുന്നുണ്ട്, എനിക്ക് പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ലാസ്റ്റ് പകുതിക്ക് അവൻ ഇറക്കേണ്ട സീനൊക്കെ വന്നു. മുറുക്കി പിടിച്ചോ മാസി, സ്പീഡ് കൂട്ടിക്കഴിഞ്ഞാൽ മുറുക്കി പിടിച്ചോ. Don't worry, be happy. അതന്നെ പപ്പന്റെ ക്യാപ്ഷൻ പറയുന്നുണ്ട് മൂപ്പര്. Don't worry, be happy. നമ്മള് പോകുന്ന റൂട്ടാണ്. എന്ത് കാര്യത്തിലാണ് എന്നാ വണ്ടിക്ക് പറ. നീ കരയണ്ടടാ, ഇനി പിടിച്ചെന്നോ പോകുന്നില്ല. റിയാനെ പിടിച്ചെന്ന് നോക്കറാ. കൊറേ നടക്കാണ്ടാവേ, മര്യാദക്കിരുന്നേ. മുറുക്കി പിടിച്ച കണ്ണുകൂട്ടിയ. അപ്പം ഞങ്ങൾ ക്യാമലാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തത്. അതിങ്ങനെ ജമ്പ് ചെയ്ത് പോകുമ്പോൾ നല്ല രസമാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്ക് ഞങ്ങൾ എടുത്തത് കുതിരയായിരുന്നു. ഞങ്ങൾ തിരിച്ച് വണ്ടിയിൽ പോവുക കേട്ടോ. 20 ഇവർ പറഞ്ഞിട്ടുള്ളത്, 2000 രൂപ. മുടിഞ്ഞ എക്സ്പെൻസ് ആണ്. ഇങ്ങോട്ട് വരുന്നവരൊക്കെ പോക്കറ്റ് നിറച്ച് പൈസ കൊണ്ട് വന്നാൽ മതി. പക്ഷേങ്കിൽ കുതിരേനേക്കാളും വില കുറവാണ് കഴുത. ഒന്നാമത്തെ കാര്യം, കുതിര എടുത്തപ്പോഴും നമ്മൾ ആ വീഡിയോയിൽ കാണിച്ചു തന്നിരുന്നു അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട കവാടത്തിലെത്തി. ഞങ്ങളത് കണ്ടു, എൻജോയ് ചെയ്തു, ഞങ്ങൾ തിരിച്ചു വന്നു. അപ്പോൾ ഇതിനിടയിൽ ഈ ഒരു ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ട കോമൺ ആയിട്ട് ഒരുപാട് കാഴ്ചകൾ എനിക്കവിടെ കാണാൻ പറ്റി. പല ടൂറിസ്റ്റുകളും അവരുടെ പുറകിൽ ഒരു ഗൈഡ് ഇരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നത്, ഒരുപാട് ദൂരം യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ അവർ എനിക്കറിയില്ല, ഇരുന്നാവാം. അത് സ്ത്രീകളുടെ മാത്രമല്ല പുരുഷന്മാരുടെ പുറകിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ വീഴാതിരിക്കാനൊക്കെ ഗൈഡുകളൊക്കെ ഇതിൻ്റെ പുറകിൽ കയറി ഇരിക്കുന്നുണ്ട്. കാരണം കിലോമീറ്ററുകളോളം ദൂരത്തിൽ നമ്മൾ യാത്ര ചെയ്യണം ഈ പെട്രയുടെ അകത്തേക്കൂടി പോയി അപ്പുറത്താൻ വേണ്ടിയിട്ട്. ഒരു ടൂറിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർ വല്ലപ്പോഴുമാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഓരോ തവണ യാത്ര ചെയ്യുമ്പോഴും അവർ എല്ലാ കാഴ്ചകളും കണ്ട് എൻജോയ് ചെയ്ത് പോകും. പക്ഷെ അവിടുത്തെ ലോക്കൽസിനെ സംബന്ധിച്ചിട്ട് അവരുടെ ജോലിയാണ്. അപ്പോൾ ഓബിയസ്ലി അവർക്ക് മടുക്കും. അപ്പോൾ പെട്രോയിലാണെങ്കിലും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മോശം അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഏത് ടൂറിസ്റ്റ് ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാലും ഞാൻ അവിടുത്തെ സ്കാമുകൾ പരിചയപ്പെടുത്താറുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാറുണ്ടായിരുന്നു, എനിക്ക് പുറകെ ആര് വരുന്നുണ്ടെങ്കിലും അവർ ഈ സ്കാമിൽ പെടാൻ പാടില്ല എന്ന് പറഞ്ഞ്. പല രാജ്യങ്ങളും ഞാനിത് കാണിച്ചിട്ടുണ്ട്. പല സ്ഥലത്തും ഈ കാണിച്ചു തരുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇവിടെയും ഒരു സ്കാം ഞാൻ കണ്ടിരുന്നു. ആ സ്കാമാണ് ഞാൻ പറഞ്ഞത്, ഒരിക്കലും പിന്നാൻ വഴി പോകരുതെന്നുള്ളത്. അപ്പം അങ്ങനെ പെട്രോയിൽ നിന്ന് ഞങ്ങൾ പുറത്തു വന്നു. ഈ പെട്രോയുടെ അകത്തും നമ്മൾ ഫൈനൽ ഡെസ്റ്റിനേഷൻ എത്തിയാലും അവിടെയും നമുക്ക് മുകളിലേക്ക് പോകാനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യും. പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവൾ മുകളിൽ കൊണ്ടുപോകാം, ഫോട്ടോസ് എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ ആൾക്കാരുടെ ചോയ്സാണ്, നമ്മളെങ്ങനെ പോകണു എന്നുള്ളത്. നമുക്ക് പോകണോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ മാക്സിമം ഞങ്ങൾ ആവശ്യമുള്ള കാഴ്ചകൾ മാത്രം കാണും, അനാവശ്യമായിട്ട് ഒഴിവാക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ബഡ്ജറ്റ് കുറച്ച് ഫ്രണ്ട്ലി ആയിട്ടാണ് ഞങ്ങൾ നോക്കിയിരുന്നത്. കാരണം വേൾഡ് റൈഡ് ആണല്ലോ, നമ്മൾ കാറിലാണ് യാത്ര ചെയ്യുന്നത്, പൈസയൊക്കെ വേണം, പൈസ ഇല്ല, അതുകൊണ്ടൊക്കെ ആയിട്ടാണ് കേട്ടോ. ഞങ്ങൾക്ക് ആക്ച്വലി പെട്രോൾ അങ്ങനെയൊക്കെ പ്രത്യേകിച്ച് മോശം അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചിട്ട് എല്ലാവർക്കും അങ്ങനെ നല്ല അനുഭവം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വ്ളോഗറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്നൊരു പേടി, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നതുകൊണ്ട് ഒരു പക്ഷേ അവർ പേടിച്ചിട്ടുണ്ടാവും. കാരണം പുറകിലൊരു പുരുഷനാണ്, ആരും ഇല്ലാത്ത വിജനമായ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ എന്നല്ല അവർക്ക് പേടി വന്നിരിക്കാം. ആ പേടി മൂലം ഒരു പാനിക് അറ്റാക്ക് വന്നാൽ അതായിരിക്കും ഒരുപക്ഷെ അവർ ആ ഒരു കരച്ചിലേക്ക് വന്നത്.
പക്ഷേ ഇതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ അവരുടെ ചാനൽ നോക്കിയിട്ട് നിങ്ങൾ കാണാം, നിങ്ങൾക്ക് ബാക്കി എല്ലാ വീഡിയോസിനും റീച്ച് കുറവാണെങ്കിലും ഈ വീഡിയോസിന് നല്ല റീച്ചാണ്. അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട് ഇടുന്ന വീഡിയോസിനും നല്ല റീച്ചാണ്. അപ്പോൾ ഇത് ഒരു റിയൽ ഇൻസിഡൻ്റ് ആണെന്ന് വെച്ചോ, ഈ റിയൽ ഇൻസിഡൻ്റ് ആയതുകൊണ്ടാണ് അവരിങ്ങനെ വീഡിയോ ചെയ്തെന്ന് വെച്ചോ. പക്ഷേ റീച്ച് കാണുമ്പോൾ മറ്റ് പലരും ഇതുപോലെ ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. അതാണ് അപകടം. റീച്ചിന് വേണ്ടിയിട്ട് ഇതേപോലുള്ള ഇൻസിഡൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. ഇപ്പം പല ഫീമെയിൽ ട്രാവൽ വ്ളോഗേഴ്സും പല രാജ്യങ്ങളിലും പോയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കി, ഇഷ്യൂസ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ചില ഫീമെയിൽ വ്ളോഗേഴ്സൊക്കെ മലയാളത്തിലുണ്ട്. കാരണം ആൾക്കാർക്ക് ഇതുപോലുള്ള കണ്ടൻസിനോടാണ് താല്പര്യം കൂടുതൽ. ഇപ്പോൾ ഒരാൾ പെട്രോളിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു രാജ്യത്തോട്ട് പോകുന്നു, വളരെ അടിപൊളിയായിട്ട് വളരെ മനോഹരമായ രീതിയിൽ വീഡിയോസ് എടുക്കുന്നു, പക്ഷേ ആൾക്കാർക്ക് അത് കാണണ്ടാവും. നേരെ മറിച്ചിട്ട് അവർ ഒരു രാജ്യത്തോട്ട് പോയി അവിടെ അടി ഒച്ചപ്പാടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ ഓബിയസ്ലി ആൾക്കാർ ഇതേപോലെ കണ്ടന്റിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നു. പക്ഷേ ഇതേ ജോർദാനിൽ നിന്നും എക്സിറ്റ് ആകുന്ന സമയത്തുള്ള വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. എൻ്റെ ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ ജോർദാൻ പ്ലേലിസ്റ്റിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ, അതിൽ ഞാൻ പറയുന്നുണ്ട് ഞങ്ങൾ സ്കാമിൽ പെട്ടുന്നിരുന്നു. ശരിയാണ്. കാരണം ജോർദാനിൽ നിന്നും എക്സിറ്റ് ആകുമ്പോൾ നമ്മൾ എക്സിറ്റ് ഫീസ് കൊടുക്കണം. ഒരാൾക്ക് ഇത്ര പൈസ വെച്ച് നമ്മൾ ഫീസ് കൊടുക്കണം. ആ ഫീസ് കൊടുക്കണമെങ്കിലോ അവിടെ അവർ ക്യാഷ് അവർ ചില്ലറുന്നുണ്ടാവും, നമ്മൾ എക്സാക്ട്ലി കൊടുക്കണം, വേറെ കറൻസി ഒന്നും എടുക്കില്ല. അവിടെ ATM മെഷീൻ പോയിട്ട് പൈസ വലിക്കണമെങ്കിൽ ഇത്ര ശതമാനം മാത്രമേ വലിക്കാൻ പറ്റത്തുള്ളൂ, അതും അതിന് സർവീസ് ചാർജ് വേറെ. അപ്പോൾ അതൊരു 100% സ്കാമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അത് ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. അതിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു നിങ്ങൾ വരുവാണെങ്കിൽ ഇതൊക്കെ കൈകാര്യം ചെയ്യണം എന്നുള്ളത്. ഇനി ഞാൻ പറഞ്ഞത് വ്യക്തമായിട്ട് കേട്ടോ, ഇതാണ് വണ്ടിക്ക് ഞാൻ കൊടുത്ത ടാക്സ്. ഞങ്ങൾക്ക് എല്ലാവർക്കും 10 വെച്ച് ഞങ്ങൾ ടാക്സ് കൊടുത്തു. വണ്ടിക്ക് 25 ദിനാർ പിന്നെ ടാക്സ് കൊടുത്തു. എന്ന് വെച്ചാൽ മൊത്തത്തിൽ 6500 ഞാനിപ്പോൾ ടാക്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി കോമഡി അതൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു എന്നുള്ളത്. ഞാൻ ആദ്യം ATM നിന്ന് പൈസ വലിക്കാൻ പോരും 10 ദിനാർ വലിച്ചതിന് എൻ്റെ അടുത്ത് നിന്ന് 1 ദിനാർ സർവീസ് ചാർജ് ഈടാക്കി 6.5 ദിനാർ ATM ആക്സസ് ചെയ്യാനുള്ള ചാർജ്. ആ ATM ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 6.5 ദിനാർ അവർ സർവീസ് ചാർജ് വാങ്ങി. എന്നുവെച്ചാൽ 16.50 ദിനാർ 1650 രൂപ എൻ്റെ അടുത്ത് നിന്ന് 1000 രൂപ വലിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. രണ്ടാമത് ഞാൻ ATM പോയേ 2500 രൂപ എടുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം വണ്ടി ടാക്സ് അറിയണം. അതിന് പിന്നെയും 6.5 650 രൂപ ആ ATM ഉപയോഗിക്കാനുള്ള സർവീസ് ചാർജ് പ്ലസ് ഇവരുടെ പിന്നെ 150 വേറെയും 750 രൂപ അങ്ങനെ പോയി കിട്ടി. മൊത്തത്തിൽ എനിക്കായത് 3100 രൂപ. 2500 വലിക്കാൻ പോയി എനിക്ക് 600-700 രൂപ സർവീസ് ചാർജെല്ലാം കഴിച്ചിട്ട് 3100 രൂപ. അറക്കല്ലോ സീരിയസ്ലി. അപ്പോൾ ഇതും നടക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് ആ രാജ്യത്തെ മുഴുവൻ ആൾക്കാരെ നമ്മൾ ഒരിക്കലും മോശമായിട്ട് ചിത്രീകരിക്കാൻ പാടില്ല കേട്ടോ. കേരളത്തിൽ വന്ന പല സഞ്ചാരികൾക്കും ഇവിടെ ഒരുപാട് മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നോർത്ത് ഇന്ത്യയിൽ വന്ന ഒരു ബൈക്കർ അവരെ ബലാത്സംഗം ചെയ്ത ഒരു ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യക്കാർ മുഴുവനും മോശമാവണമെന്നില്ല. പല സ്ഥലങ്ങളിലെ ആൾക്കാർക്കും ഇൻഡിവിജ്വലായിട്ട് ഒരുപാട് ഇൻസിഡൻസ് നടന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ രാജ്യത്തെ മുഴുവനും നമ്മൾ കുറ്റം പറയണമെന്നില്ല. ഇപ്പോൾ ജോർദാൻ്റെ കാര്യത്തിലാണെങ്കിൽ ജോർദാനിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, ഒരുപാട് മലയാളികളുണ്ട്. അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യന്മാരൊക്കെ നമ്മളോട് പെരുമാറുന്ന രീതി അത്രയും സ്വീറ്റായിട്ട് നമ്മളോട് പെരുമാറുന്നത്. അപ്പോൾ ഇതേപോലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് ഒരിക്കലും നമ്മുടെ രാജ്യത്തെ മുഴുവൻ വിലയിരുത്താൻ പാടില്ല കേട്ടോ. പിന്നെ ഫീമെയിൽ ട്രാവലേഴ്സിനോടാണ്, നിങ്ങൾ യാത്ര ചെയ്യുമോ, നിങ്ങൾ എന്തായാലും യാത്ര ചെയ്യണം, ഒറ്റയ്ക്ക് തന്നെ യാത്ര ചെയ്യണം. നിങ്ങളതിന് ആരുടെയും കമൻറ്റ് ബോക്സോ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വരുന്ന ഇൻസിഡൻസ് നിങ്ങൾ ലൈവായിട്ട് ഇതുപോലെ പകർത്തണം, നിങ്ങൾ ഷെയർ ചെയ്യണം. തീർച്ചയായിട്ടും നല്ല കാര്യം. കാരണം മറ്റുള്ളവർക്ക് ഒന്നും കൂടി കൂടുതൽ കെയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരിക്കലും നിങ്ങൾ റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇൻസിഡൻസ് ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങളെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും റീച്ച് എന്ന ടാർഗറ്റ് ആവരുത്. നേരെ മറിച്ചിട്ട് അതുവഴി മറ്റ് സ്ത്രീകൾക്ക് ഒരു ഹെൽപ്പ്, അതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ ഒരിക്കലും ഒക്കെ ഞാൻ ഇങ്ങനെ ഒരു സാധനം വെച്ച് കാച്ചി കഴിഞ്ഞാൽ എനിക്ക് നല്ല റീച്ച് കിട്ടും, അതിലൂടെ ഒരുപാട് റവന്യൂ കിട്ടും, അങ്ങനെ ആവരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ തന്നെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആ ഒരു സ്ത്രീക്ക് 1.2 മില്യൻ്റെ മുകളിൽ റീച്ച് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ആ ഒരു റവന്യൂ അവർക്ക് ജോർദാൻ ട്രിപ്പ് പോകേണ്ട റവന്യൂ ഒരുപക്ഷെ കവറായിട്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല കാര്യമാണ്, കണ്ടന്റാണ്, അവർക്ക് അതിനുള്ള അർഹതയുണ്ട്. ജോർദാൻ എന്ന് പറഞ്ഞ രാജ്യം എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവാണ്. അതുപോലെ ഒരുപാട് ആൾക്കാരെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവിടെ. ഞാൻ ഒരുപാട് ആൾക്കാരെ കേട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഡീപ്പോർട്ട് ചെയ്യുന്നതായിട്ട്. ട്രാവൽ ഡോക്യുമെൻറ്റും കാരണമൊക്കെ ആയിട്ട് തന്നെ പോകും. പക്ഷെ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് പോയിട്ടും നമുക്കൊരു മോശം അനുഭവം വരിക എന്നുള്ളത് അതൊരു സങ്കടകരമാണ് കേട്ടോ. അപ്പം ഇതുപോലെ പല രാജ്യങ്ങളുടെ അനുഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ പറ, നമ്മൾ ഓരോ എപ്പിസോഡായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യും. ഓക്കെ, ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നമ്മുടെ ചാനലിൽ ഇനി വരുന്നത് ഡോക്യുമെൻ്ററി കൈൻഡ് ഓഫ് വീഡിയോസാണ്. ഓൾറെഡി ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടാൽ മതി കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നാൽ കമൻറ്റ് ചെയ്യണേ. അടുത്ത എപ്പിസോഡ് കാണാം.